100 മില്യൺ യൂറോ എന്നുള്ളൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡച്ച് ക്ലബ്ബായിട്ടുള്ള അയാക്സിൽ നിന്നും ബ്രസീലിയൻ പ്ലെയർ ആയിട്ടുള്ള ആന്റണിയെ സൈൻ ചെയ്തത്. ബ്രസീലിന് വേണ്ടി ഒളിമ്പിക് ഗോൾഡ് മെഡലൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ആന്റണി വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസും പ്രൈം ആന്റണി അയാക്സിലുള്ള ഒരു പ്രൈം ആന്റണിയുടെ ആ ഒരു പെർഫോമൻസും കണ്ടിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 100 മില്യൺ യൂറോക്ക് സൈൻ ചെയ്തത്. റാഷ്ഫോർഡൊക്കെ നമുക്കറിയാം, ആ ഒരു സമയത്ത് 2022 ലെഫ്റ്റ് വിങ്ങിൽ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് റാഷ്ഫോർഡ്. അപ്പോൾ അവർക്ക് റൈറ്റ് വിങ്ങിലും ഡ്രിബ്ലിങ്ങിന് കാപ്പബിൾ ആയിട്ടുള്ള അത്യാവശ്യം ഗോൾ സ്കോർ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ് വിങ്ങറേയും കൂടി അവർക്ക് വേണമായിരുന്നു. അങ്ങനെയാണ് അവർ ആന്റണിയെ സൈൻ ചെയ്തത്. ആന്റണിയെ സൈൻ ചെയ്തു. ആദ്യത്തെ ഒരു 10 മത്സരങ്ങളിൽ ആന്റണി അടിപൊളിയായിട്ട് കളിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. 10 മത്സരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം എവിടെയോ മിസ്സായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു റിതം നഷ്ടപ്പെട്ടു. ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഡ്രിബിൾ ചെയ്യാൻ സ്ട്രഗിൾ എന്ന ഒരു ആന്റണിയെയും ഗോൾ സ്കോർ ചെയ്യാൻ സ്ട്രഗിൾ എന്ന ആന്റണിയാണ് പിന്നെ നമ്മൾ ആ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കണ്ടത്. എറിക് ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ അദ്ദേഹത്തിന് വളരെ മോശം ഫോമായിരുന്നു ആ ഒരു സമയം. അദ്ദേഹം മോശം ഫോമായ സമയത്ത് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ വളരെ മോശം രീതിയിലാണ് അറ്റാക്ക് ചെയ്തത്. ട്രോൾ പേജസ് ആയാലും മീം പേജസ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും അദ്ദേഹത്തെ വളരെ ഒരു പ്ലെയറിനെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എത്രത്തോളം തളർത്താൻ പറ്റുമോ അങ്ങനെ തളർത്താവുന്ന രീതിയിലാണ് ആന്റണി അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആ ഒരു സമയത്ത് നേരിട്ടത്. നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെയൊക്കെ ഒരു ആന്റണി ആ ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് ട്രോൾ പേജസ് എല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോട്ടിൻ്റെ കൂടെ ആ ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലെയറിനെ എത്രത്തോളം തളർത്താൻ പറ്റുമോ അത്രത്തോളം തളർത്താവുന്ന രീതിയിലാണ് ആ സമയത്ത് ട്രോൾ പേജസും മീം പേജസും ആന്റണിയെ എടുത്തത്. അങ്ങനെ ആന്റണി ആ ഒരു ഫോം തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയി. വളരെ അദ്ദേഹത്തിന്റെ കരിയറിലെ ലോ പാർട്ടിലൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോയി. അങ്ങനെ ലോ പാർട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ത് ചെയ്തു? ഒരു ഡിസിഷൻ എടുത്തു. ഒന്നല്ല ഈ ഒരു പ്ലെയറിനെ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറിനെ ലോണിൽ വേറെ ഏതെങ്കിലും ടീമിലോട്ട് കൊടുക്കാം. ആ ഒരു സമയത്താണ് റയൽ ബെറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് ക്ലബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സമീപിച്ചത്. ഈ ഒരു ആന്റണി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറിനെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആന്റണിയെ ആ ഒരു 2025 ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലോണിൽ റയൽ ബെറ്റിസിലോട്ട് കൊടുത്തു. വിത്തൗട്ട് ബൈയിങ് ഓപ്ഷൻ ഇല്ലാതെയാണ്. അതായത് ലോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന്റണിയെ അവർക്ക് മേടിക്കാൻ പറ്റില്ല. തിരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് തന്നെ ആന്റണി തിരിച്ചു വരണം. അങ്ങനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആന്റണി റയൽ ബെറ്റിസിലോട്ട് പോയി. പിന്നെ അവിടെ നടന്നത് റയൽ ബെറ്റിസിന്റെ ക്ലബ് ഹിസ്റ്ററിയിൽ തന്നെ ചരിത്രമാണ്. അവരുടെ ഏറ്റവും പീക്ക് ലെവലിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആന്റണി വന്നതിന് ശേഷം അവർ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ പരാജയപ്പെട്ടുള്ളൂ. 1-2 മത്സരം മാത്രമേ അവർ പരാജയപ്പെട്ടുള്ളൂ. സ്പാനിഷ് ക്ലബ്ബിൽ നമുക്കറിയാം റയൽ മാഡ്രിഡ് ഉണ്ട്, ബാഴ്സലോണയുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട്. ഇവരായിട്ടൊക്കെ ഏറ്റുമുട്ടിയ സമയത്ത് റയൽ ബെറ്റിസ് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. 8 ഗോളും 5 അസിസ്റ്റുമായിട്ട് തിളങ്ങി നിൽക്കുകയാണ് ആന്റണി. ആന്റണിയാണ് ഇപ്പോൾ അവരുടെ ടീമിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്ന് പറഞ്ഞത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ യുഫ യൂറോപ്പയുടെ ഒരു കോൺഫറൻസ് ലീഗ് ഉണ്ട്. ആ ഒരു ലീഗിൽ ഫൈനലിലോട്ട് റയൽ ബെറ്റിസ് എത്തി. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിച്ചത് ആന്റണി തന്നെയാണ്. ആ ഒരു സെമി ഫൈനലിൽ ഫിയോറന്റീന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമിനെ 4-3 എന്നുള്ള ഒരു അഗ്രിഗേറ്റ് സ്കോറിന് പുറത്താക്കി കളഞ്ഞു. ആന്റണിയുടെ വക ഒരു ഫ്രീ കിക്ക് ഗോളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു. ആന്റണിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെയാണ് അവിടെ ആ ഒരു യുഫയുടെ യൂറോപ്പ കോൺഫറൻസ് ലീഗിന്റെ ഫൈനലിലോട്ട് എത്തിയത്. ഈ ഒരു സീസണിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ലീഗിന്റെ ഫൈനലിലോട്ട് എത്തി. റയൽ ബെറ്റിസ് യുഫ യൂറോപ്പയുടെ ഒരു കോൺഫറൻസ് ലീഗിന്റെ ഫൈനലിലോട്ടും എത്തി. ഈ ഒരു 2 ടീമും ആ ഒരു 2 ഫൈനലും കപ്പ് എടുത്തു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 യൂറോപ്പ ലീഗിൽ ചാമ്പ്യനായ ആ ഒരു പ്ലെയറിന്റെ ആ ഒരു നേട്ടം ആന്റണിക്ക് സ്വന്തമാക്കാം. അങ്ങനെ ആന്റണി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കരിയറിൽ തന്നെ ഒരു പീക്കിലാണ് നിൽക്കുന്നത്. നല്ല ഫോമിലാണ്. പ്രൈം ആന്റണിയെ നമുക്ക് റയൽ ബെറ്റിസിൽ തിരിച്ച് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ആ ഒരു റയൽ ബെറ്റിസിലൂടെ അദ്ദേഹം ആ യുഫ യൂറോപ്പിന്റെ ആ ഒരു കോൺഫറൻസ് ലീഗ് ജയിക്കോ ഇല്ലയോ എന്ന്. അദ്ദേഹത്തിന് ഈ ഒരു ഫോം അദ്ദേഹത്തിന്റെ കരിയറിൽ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. സോ താങ്ക് യു സോ മച്ച്.